അപ്പോൾ എന്തായാലും നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഇനി അതിഥിയെ വിളിക്കാനുള്ള ഇന്നത്തെ പെർഫോമറെ വിളിക്കാനുള്ള സമയമാണ്. ഈ ഒരു പെർഫോമറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ പറയില്ല ഒരു വിൽ പവർ വേണം എന്തിനും അങ്ങനെ ഓവർകം ചെയ്ത് ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന ഒരു ഡാൻസറാണ്. അപ്പോൾ വരുമ്പോൾ ശ്രീജ ചേച്ചിക്ക് മനസ്സിലാവും. അപ്പോൾ അവർ വന്നിട്ട് അവരുടെ വിശേഷങ്ങളും എങ്ങനെയാണ് ഈ ഇതിലേക്ക് എത്തിയതൊക്കെ നമുക്ക് ചോദിക്കാം. അപ്പൊ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ദിവ്യ. അപ്പൊ ദിവ്യ, നമ്മുടെ റെഡ് കാർപ്പറ്റ് ഫാമിലിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം. സുഖമായിട്ടിരിക്കണോ? അതായത് ദിവ്യ പാലക്കാടിൽ നിന്ന് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് നമ്മുടെ റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് ഇങ്ങനെ നടന്നു വരികയായിരുന്നു. ശരിക്കും ഒരു റെഡ് കാർപ്പറ്റ് വാക്കാണ് നമ്മൾ കണ്ടത് അല്ലേ? അത് ശരിക്കും ഇവിടെ എപ്പോഴും വരുന്ന ആൾക്കാരുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവരുടെ കൂടെ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. പക്ഷെ ദിവ്യ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു സ്ത്രീ എത്രത്തോളം കരുത്താർജിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്ത് ജീവിതത്തിലെ അച്ചീവ്മെന്റ്സ് അല്ലെങ്കിൽ ഡ്രീംസിനെ ചേസ് ചെയ്യാൻ എങ്ങനെ വേണമെന്ന് ഒരു പാഠമാവട്ടെ, ഒരു എക്സാമ്പിൾ ആണ് ദിവ്യ. ഗ്രേറ്റ്. അപ്പൊ ദിവ്യ ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പൊ എനിക്ക് 26 ആയി. അപ്പൊ ജനിച്ച് വീഴുമ്പോ തന്നെ ഇങ്ങനെ ഒരു വളർച്ചയില്ല. അതെ. അപ്പൊ അത് ഡോക്ടേഴ്സ് ഒക്കെ കുഞ്ഞിനെ തന്നെ കണ്ടുപിടിച്ചു. പിന്നെ അതിന് വേറെ ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. സോ ദിവ്യ ഏതൊരു പ്രായമായപ്പോഴാണ് ഇതൊക്കെ ഒന്ന് ഉൾക്കൊണ്ട് ശരി അപ്പൊ ഇങ്ങനെയാണ് എന്റെ ലൈഫ്, ഞാൻ ഇനി ഇങ്ങനെ മുന്നോട്ട് പോവാം, അങ്ങനെ ഒരു മെന്റൽ ഹെൽത്ത് ഇത് വേണമല്ലോ, അത് എപ്പോഴാണ് ഉണ്ടായത്? എന്റെ 8 വയസ്സിലായിരുന്നു. 8 വയസ്സിൽ. ഇനി എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നു വെച്ചാ എന്നെ കളിക്കാനൊന്നും വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടില്ല. എപ്പോഴും എന്നോട് ആരും എന്താ പറയാ മിണ്ടാനോ കളിക്കാനോ അല്ലാണ്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാനോ ആരും തയ്യാറായിരുന്നില്ല. എല്ലാവരും കുറച്ച് ഹൈറ്റ് ഉണ്ട്, ഞാൻ ചെറുതുമാണ്, എന്നെ ആരും ഒന്നിനും വിളിക്കുന്നില്ലല്ലോ, നമ്മളെ മാത്രം ഒറ്റപ്പെടുത്തി നിൽക്കണോ, എന്താ ഞാൻ ഇങ്ങനെ. പിന്നെ ഞാൻ ഒരു ദിവസം അമ്മയുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ ഞാൻ ഓക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പൊ വീട്ടിൽ എങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെയാണ്? വീട്ടില് എന്റെ അച്ഛനും അമ്മയും സെപ്പറേറ്റ് ആണ്, 7 years ആയിട്ട്. ഓക്കെ. വേറെ സിബ്ലിങ്സ് ഉണ്ടോ? യെസ് മാഡം. എന്താ വെച്ചാൽ ഞാനിപ്പോൾ വന്നിട്ട് അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛമ്മക്ക് വയ്യാതെ കിടക്കായിരുന്നു, കോമ സ്റ്റേജിലായിരുന്നു. സോ അച്ഛമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അച്ഛമ്മയെ നോക്കാനായിട്ട് ദിവ്യ അതാണ്. അല്ല, മോളുടെ കൂടെ ജനിച്ചത് സഹോദരനോ സഹോദരി ആരെങ്കിലും ഉണ്ടായിരുന്നു മാഡം. എനിക്കൊരു ചേച്ചിയുണ്ട്, ഒരു അനിയനുണ്ട്. അവരൊക്കെ എവിടെയാ? ചേച്ചി കല്യാണം കഴിഞ്ഞു. ചേച്ചി തൃത്താലയിലാണ് കല്യാണം കഴിച്ചു പോയത്. അവരുമായിട്ടും ഒരു ടച്ചും ഇല്ല? അല്ല, ഇപ്പൊ എല്ലാരും എന്നെ കഴിഞ്ഞു. അതായത് ഓക്കെ. അപ്പൊ അതായത് ചേച്ചിയുണ്ട്, അനിയനുണ്ട്. അപ്പൊ അവര് ഈ ഒരു ഇഷ്യൂ കാരണമാണ് ഒരു കോണ്ടാക്ട് വെക്കാത്തതും അല്ലെങ്കിൽ കൂടെ കൊണ്ടുപോകാത്തതും. കാരണം എന്താ വെച്ചാൽ ഇപ്പോഴും എന്നെ ഒരു സിസ്റ്റർ ആയിട്ട് അംഗീകരിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്തുകൊണ്ടാന്നാണ് മനസ്സിലാവാത്ത. ഇപ്പോ ഗിന്നസ് പക്രു എത്ര ഫേമസ് ആണ്, നമ്മളൊക്കെ എത്ര. അതുപോലെ ഇതെല്ലാം നിങ്ങള് ജന്മം കൊണ്ട് ഇങ്ങനെ വരുന്നതല്ലേ? തീർച്ചയായിട്ടും മാഡം, ജന്മം കൊണ്ട് വരുന്നതാണ് ഇത്. പക്ഷെ പൊതുവെ പുറത്തുനിന്നായിരിക്കും ഒരുവിധം എല്ലാവർക്കും. അതെ, പുറത്തുനിന്ന് ചിലപ്പോ ഒരു ആളുകൾക്ക് എല്ലാവർക്കും അത് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. പക്ഷെ വീടിന്റെ അകത്ത് എനിക്ക് ഷോക്കിംഗ്. തീർച്ചയായിട്ടും മാഡം, കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് ആരും സപ്പോർട്ടല്ല. പേരൻസ് ആയിക്കോട്ടെ, ബ്രദർ സിസ്റ്റർ ആയിക്കോട്ടെ, ആരും എനിക്ക് സപ്പോർട്ടില്ല. പക്ഷെ ആ സപ്പോർട്ട് ഇല്ലാതിരുന്നിട്ടും ഫീനിക്സ് മാതിരി വന്നില്ലേ? തീർച്ചയായിട്ടും മാഡം, പക്ഷി മാതിരി. തീർച്ചയായിട്ടും. അപ്പൊ അച്ഛന്റെ വീട്ടിലാണ് ഇപ്പൊ നിക്കുന്നത്. അപ്പൊ അച്ഛൻ അവിടെ ഉണ്ട്. അപ്പൊ അച്ഛൻ നിക്കുന്നതിനൊന്നും പ്രശ്നമില്ല? നിക്കുന്നതിന് കുഴപ്പമില്ല. ഞാൻ എല്ലാ ഫുഡ് പ്രിപ്പറേഷൻ അങ്ങനെ വീട്ടിലെ എല്ലാ പണിയും ചെയ്തിട്ട് അച്ഛനെ നോക്കി ഇപ്പൊ ഇരിക്കുന്നുണ്ട്. അമ്മയുടെ വീട്ടിൽ പോകുമ്പോ അമ്മയുടെ അടുത്ത് കുറച്ച് ദിവസം നിൽക്കും, പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് വീണ്ടും വരും. അങ്ങനെ. അപ്പൊ ഇവര് സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് ഇങ്ങനെ മാറി മാറി നിന്നിരുന്നത്. അവർ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ആ വീട്ടില് തന്നെ ഈ ഒരു വേർതിരിവ് ഭയങ്കരമായിട്ട് അനുഭവിച്ചു. തീർച്ചയായിട്ടും മാഡം, കാരണം എന്താ വെച്ചാ ചെറുപ്പം മുതലേ എനിക്ക് അച്ഛൻ്റെ അമ്മൻ്റെ ആ ഒരു ലവ് കെയറിങ്
ഒന്നും കിട്ടിയിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ് നമ്മളെ ഈ കേരളത്തിലുള്ളത്. അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ ഇങ്ങനെ ചിന്തിക്കുന്ന, അതും സ്വന്തം അച്ഛൻ, അമ്മ അല്ലെങ്കിൽ അനിയൻ, ചേച്ചി എന്നൊക്കെ പറയുന്നത്, അത് ശരിക്കും ഒരു ഷോക്കിംഗ് ഒരു ബാധ്യത എന്ന് പറഞ്ഞു. ഇപ്പൊ ഈ കുഞ്ഞിനെ കൊണ്ട് ഹെൽപ്പല്ലേ അവർക്ക്. അതെ. എന്നിട്ട് അത് എങ്ങനെ ബാധ്യതയാവണു? കാരണം വേറെ ഒരു ഹെൽത്ത് ഇഷ്യൂസും ഇല്ല ദിവ്യക്ക് അല്ലേ? സ്കൂളിൽ പഠിപ്പിക്കാനൊക്കെ വിടുമായിരുന്നോ? സ്കൂളിൽ പഠിക്കാനൊക്കെ വിടും. എനിക്ക് പണ്ട് മുതലേ പഠിക്കാനായാലും ഡാൻസ്, പാട്ട്, ആക്ടിങ് എന്നൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ പോകാറുണ്ട്. വീട്ടിൽ എത്ര അവരെന്നെ വീട്ടിലെങ്കിലും ഞാൻ പോയി ചെയ്തിട്ട് വരും. ഇപ്പൊ ഏത് വരെ പഠിച്ചു? ഞാൻ ഡിഗ്രി കഴിഞ്ഞു, BCom കഴിഞ്ഞു, പിന്നെ GST ഒരു കോഴ്സ് കഴിഞ്ഞു, PDCFE എന്നുള്ളൊരു കോഴ്സ് കഴിഞ്ഞു. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി. സൂപ്പർ. താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പൊ ഇനി ജോലി നോക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? ആണ്. ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു 3 പ്ലേസിൽ. അവിടെ വന്നിട്ട് ഞാൻ ജോലി ചെയ്തിട്ട് അവിടെ എനിക്ക് ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അവരത് തന്നില്ല. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ജോലി നിർത്തേണ്ടി വന്നു. പിന്നെ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അവർ ഫിസിക്കലി ഇങ്ങനെ ആയതുകൊണ്ട് എവിടെയും ജോബിന് കയറാൻ അവർ സമ്മതിക്കുന്നില്ല ആരും തന്നെ. അല്ല, മറ്റേ ആൾക്കാർ പൈസ തരാത്തത് അതും ഇങ്ങനത്തെ? അത് ഞാൻ 9 to 7 o'clock വരെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. DTDC ഓഫീസ് വാണിയംകുളത്ത് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മനി കോളേജ് കണ്ണമ്പരിയാരം പറയുന്ന അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കേബിൾ ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും എനിക്ക് ക്യാഷിൻ്റെ അതൊന്നും തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്തു. എന്നാൽ പറ്റുന്ന രീതിക്ക് ഞാൻ നന്നായി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവര് അല്ല, അതെന്തിനാ അപ്പൊ 2 ദിവസം വയ്ക്കുമ്പോ അവർക്ക് അറിയില്ല. അപ്പം വർക്ക് ചെയ്യാനുള്ളതും ചെയ്യിപ്പിച്ചു. എന്നുവെച്ചാൽ ഈ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാത്തോണ്ടല്ലേ ഇങ്ങനെ കാണിക്കുന്ന. ചില പേര് മിസ്യൂസ് ചെയ്യുന്നു ആളുകൾ നമ്മളുടെ ഈ ഒരു കണ്ടീഷനെ എന്ന് തോന്നിയിട്ടുണ്ട് അല്ലേ? ഇപ്പൊ എങ്ങനെയാ ജീവിക്കാൻ, എങ്ങനെയാണ് ഒരു സാമ്പത്തികം? ഇപ്പൊ വന്നിട്ട് എനിക്ക് പെൻഷൻ വരുന്നുണ്ട് 1500 rupees ആണ്. സോ അത് വെച്ച് എന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി പോകുന്നുണ്ട്. മന്ത്ലി 1500. എന്നാലും വളരെ കുറവാണല്ലേ? അപ്പൊ ജോബിന്റെ ഇന്റർവ്യൂസിന് പോകുമ്പോ മെയിൻ ആയിട്ട് അവർ പറയുന്നത് ഹൈറ്റ് ഇല്ല എന്നുള്ളതാണ്. ഹൈറ്റ് ഇല്ല എന്നുള്ളത്. ഞാൻ പല സ്ഥലത്തും ഇങ്ങനെ ഇന്റർവ്യൂവിന് പോയിട്ട് അവർ പറയുന്നത് ഇല്ല മോളെ, ജോബിന് മോള് ക്വാളിഫൈഡ് അല്ല. ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ്? ഞാൻ പഠിച്ചിട്ടുണ്ട്, BCom കഴിഞ്ഞു, ഇപ്പോൾ GST കഴിഞ്ഞു, ഇപ്പോൾ റീസെൻ്റായിട്ട് PDCFE കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ പറയും ഫിസിക്കലി പ്രോബ്ലം അല്ലേ മോൾക്ക്, എങ്ങനെ ബസ് കയറി വരാൻ? ഞാൻ ഒറ്റയ്ക്ക് വരുന്നുണ്ട്, ഒരാളുടെ സഹായം തേടാണ്ട് തന്നെയാണ് ഞാൻ ബസ് പിടിച്ച് കയറി വരുന്നത്. തീർച്ചയായിട്ടും മാഡം. സോ ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരാളെ നമ്മൾ അംഗീകരിക്കേണ്ടി വന്നിട്ട് ഒരാളെ മനസ്സിലാക്കേണ്ട, അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് കഴുത്തിന് താഴേക്കല്ല, കഴുത്തിന് മുകളിലാണ് ഒരാളുടെ എന്താ പറയുക ടാലൻറ്റ് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് ടാലൻറ്റ് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കാൻ പറ്റുമെങ്കിൽ എടുത്താൽ മതി. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, എന്നെ കൊണ്ട് എപ്പോൾ മുന്നോട്ട് വരാൻ പറ്റുമോ അപ്പം ഞാൻ വരുന്നുണ്ട്. തീർച്ചയായിട്ടും. വേറെ എന്തെങ്കിലുമൊക്കെ അംബിഷൻസ് ഉണ്ടോ? എനിക്ക് ആംബിഷൻ പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഷോർട്ട് ഫിലിം എഴുതിയിട്ടുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ചെറിയൊരു എഴുത്തുകാരി കൂടിയാണ്, ഒരു ഡാൻസറാണ്, എഴുത്തുകാരിയാണ്. പിന്നെ പാട്ട് ചെറുതായിട്ട് വരും. പക്ഷെ എനിക്ക് ആക്ടിങ്ങിനോടാണ് കൂടുതൽ താല്പര്യം. ഈ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ അവിടുത്തെ കുട്ടികളൊക്കെ സപ്പോർട്ടായിരുന്നു? അതായത് ഈ ഡാൻസിന് കൂട്ടുക അങ്ങനെയൊക്കെ? എന്നെ ഡാൻസിന് അവർ കൂട്ടാറുണ്ട്. ഞാൻ പോയി കളിക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ്. അപ്പൊ സ്കൂളിലും കോളേജിലും ദിവ്യ, എനിക്ക് തോന്നുന്നു ദിവ്യക്ക് ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ആയിരുന്നു അല്ലേ? ഫാമിലിന്ന് കിട്ടാത്ത ഒരു സ്നേഹം, പുറത്തുനിന്നുണ്ട്. വീട്ടില് മാത്രമേ ഇല്ലാത്തുള്ളൂ, ബട്ട് പുറത്തിറങ്ങിയ എല്ലാവർക്കും സ്നേഹമാണ്. അപ്പം ആ ദൈവം നിശ്ചയം എന്താന്ന് വെച്ചാൽ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നു. കുറച്ചു പേര് ഇല്ലേലും കുഴപ്പമില്ല, സ്നേഹിക്കാൻ ഒരുപാട് പേരുണ്ട്. തീർച്ചയായിട്ടും. അതെ മാഡം. അതാണ് അതൊരു ഭാഗ്യം. നമ്മൾ ആ രീതിയിൽ അങ്ങ് പോവാ. നമ്മളെ സ്നേഹിക്കണവർ സ്നേഹിച്ചാൽ മതി അല്ലേ? തീർച്ചയായിട്ടും.